പ്ലസ് ടു കഴിഞ്ഞിട്ട് നിങ്ങളൊരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പാരൻസിൻ്റെ ഇൻട്രസ്റ്റോ ഫ്രണ്ട്സ് എന്താണോ ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ട്രെൻഡ് എങ്ങനെയാണോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിനൊക്കെ അനുസരിച്ചിട്ടാവാം ചിലപ്പോൾ നിങ്ങളൊരു കോഴ്സ് ചൂസ് ചെയ്യേണ്ടത്. പക്ഷേ എപ്പോഴും നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് നിങ്ങളുടെ തന്നെ ഇൻട്രസ്റ്റിനെയാണ്. സോ ആ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് എങ്ങനെ ഒരു കോഴ്സ് സെലക്ട് ചെയ്യാം നമുക്ക് ഈ വീഡിയോ കൂടെ നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ പ്ലസ് ടു കഴിഞ്ഞാൽ ഒരുപാട് ടൈപ്സ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ടാവും. ഫസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ നേഴ്സിംഗ് എടുക്കാൻ ഇഷ്ടപ്പെടുന്നവർ. ആ കോഴ്സ് ചൂസ് ചെയ്തതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, എല്ലാവരും പറയുന്നുണ്ട് നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി കിട്ടും, സെറ്റിലാവുമെന്ന് എല്ലാവരും പറയുന്നുണ്ട്, അതുകൊണ്ട് അവരത് ചൂസ് ചെയ്യുന്നു എന്നുള്ളത്. പിന്നെ ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരായിരിക്കും ഈ ഡിഗ്രി പെട്ടെന്ന് ചൂസ് ചെയ്യുന്നത്. അതിൻ്റെ സ്കോപ്സ് എന്താണെന്നോ അതെടുത്ത് കഴിഞ്ഞ് ഫർദർ എന്ത് ചെയ്യണമെന്നോ ഒരു ഫ്യൂച്ചർ പ്ലാൻസോ കാര്യങ്ങളോ ഇല്ലാതെ അവരങ്ങ് ചൂസ് ചെയ്യും. അതാണ് സെക്കൻഡ് ടൈപ്പ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു BCA എന്താണ്, ഒരുപാട് റെയർ ടൈപ്പ് ഓഫ് കോഴ്സസ് ഉണ്ട്. ഇപ്പോൾ ഏവിയേഷൻ അറിയാത്തവരുണ്ടാവും, സൈക്കോളജി ഫീൽഡ് അറിയാത്തവരുണ്ടാവും, അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ കുറേ ചൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് നന്നായിട്ടൊരു കോഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു 5 സ്റ്റെപ്സാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് നോ യുവർ സെൽഫ് എന്നുള്ളതാണ്. ഫസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് എന്താണ്, നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണ്, നിങ്ങൾക്ക് ഒരാളോട് സംസാരിക്കാനാണോ ഇഷ്ടം, അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിച്ച് ലിസൺ ചെയ്യുന്നതാണോ ഇഷ്ടം, അല്ലെങ്കിൽ എന്ത് സ്കില്ലാണ് നിങ്ങൾക്കുള്ളത്, അതും ഏതൊരു സബ്ജക്റ്റിനോടാണ് ഇൻട്രസ്റ്റ്. ഇപ്പോൾ ക്രിയേറ്റിവിറ്റി അതാണ് നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ എന്തിലാണ് സ്കില്ലഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് ഒരു ഇൻട്രസ്റ്റ് ഫീൽ ചെയ്യുന്നത്, അതിനെയൊക്കെ കുറിച്ച് കൂടുതൽ നോക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരു കോഴ്സ് സെലക്ട് ചെയ്യണമെങ്കിൽ നിങ്ങളെ പറ്റിയിട്ട് തന്നെ അറിയണം. ചിലവർ വിചാരിക്കും ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ കഴിവൊന്നുമില്ല, എനിക്കൊന്നിലും ഇൻട്രസ്റ്റ് ഇല്ല എന്ന്. അതൊരു തോട്ടാണെന്ന് ഞാൻ പറയുള്ളൂ. എനിക്ക് എവിടെയെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും, എവിടെയെങ്കിലും ഒരു ഇതുണ്ടാവും, താല്പര്യം കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അതെവിടെയാണ്, അതെന്തിലാണെന്നുള്ളത് നോക്കുക. പിന്നെ ഇത് ചെക്ക് ചെയ്യുമ്പോൾ എപ്പോഴും പറ്റുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ മാർക്കിന് ഇഗ്നോർ ചെയ്യുക. ഇപ്പോൾ ഈവൻ എനിക്ക് മാത്സിൽ നല്ല മാർക്കുണ്ട്, അതുകൊണ്ട് മാത്സാണ് എൻ്റെ ഫീൽഡ് എന്ന് ഞാൻ വിചാരിക്കാം. ഇറ്റ്സ് കംപ്ലീറ്റ്ലി എന്താ പറയുക, എനിക്കറിയാം ഞാൻ മാത്സിൽ അത്ര അടിപൊളിയല്ല, എനിക്കും എന്തൊക്കെ കാരണത്താൽ ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് മാത്സിലേക്ക് കെമിസ്ട്രിയിലാണ് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉള്ളത്. പക്ഷേ ഈ കെമിസ്ട്രിയിൽ ലോ മാർക്കാണ്. മേ ബി അത് ഞാനന്ന് കുറച്ച് പഠിക്കാത്തതുകൊണ്ടോ, അല്ലെങ്കിൽ എന്താ പറയുക, എനിക്ക് തലവേദനയായിട്ട് എന്തെങ്കിലും എൻവയോൺമെൻറ്റൽ പ്രഷർ കാരണം എന്തെങ്കിലും ഇഷ്യൂസ് കാരണമായിരിക്കാം ചിലപ്പോൾ കയ്യിൽ മാർക്കുണ്ട്. പക്ഷേ എനിക്കിഷ്ടം കൂടുതൽ കെമിസ്ട്രിയാണ്. അപ്പോൾ നിങ്ങൾ മാർക്ക് വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ ഇൻട്രസ്റ്റ് നോക്കരുത്. പിന്നുള്ളൊരു കാര്യം, നിങ്ങളുടെ ഗോൾ അത് നിങ്ങൾ ഓർത്തിട്ട് വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊന്ന് ക്ലിയർ ആയിട്ട് തിങ്ക് ചെയ്യണം. നിങ്ങളുടെ ഗോൾ എന്താണ്, എങ്ങനത്തെ കോളേജിലെല്ലാം ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങളുടെ ഫ്യൂച്ചർ ഗോൾ എന്താണെന്നുള്ളത്, എങ്ങനത്തെ ഒരു രീതിയിൽ ജീവിക്കാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. ഇപ്പോൾ എബ്രോഡ് പോകാനാണ്, അപ്പോൾ അതിനനുസരിച്ചുള്ള കോഴ്സ്, അങ്ങനെ ഏത് ടൈപ്പിലുള്ള സ്കോപ്പാണ് നിങ്ങൾക്ക് വേണ്ടത്, എങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസാണ് നിങ്ങൾ നോക്കുന്നത്, ഇപ്പോൾ എങ്ങനത്തെ ഒരു സാലറി പാക്കേജാണ്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾ എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത്, അങ്ങനെ നിങ്ങളെ മനസ്സിലാക്കുക ടോട്ടലി എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ എവിടേക്ക് എത്താനാണ് നിങ്ങൾ ഒരു 10 കൊല്ലം അല്ലെങ്കിൽ ഒരു 20 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നോക്കേണ്ട കാര്യം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് കോഴ്സസ് എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോൾ എത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് അറിയുന്ന ഒരു കോഴ്സ് ഓഫ് നോളജ് എന്ന് പറയുന്നത് നമ്മളെ ഫ്രണ്ട്സ്, എൻ്റെ റിലേറ്റീവ്സ്, അങ്ങനെ നമുക്ക് അറിയുന്ന നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ നൈബേഴ്സൊക്കെ എടുത്തിട്ടുള്ള കോഴ്സിനെ പറ്റിയിട്ടൊക്കെ ആയിരിക്കും നമുക്ക് അറിയുന്നുണ്ടാവുക. അല്ലാതെ നിങ്ങൾ അറിയാതെ ഒരുപാട് കോഴ്സസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ കോഴ്സസിന് ബേസിക്കലി സ്ട്രീംസിൻ്റെ അണ്ടറിൽ തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സയൻസ് സ്ട്രീമിന് ചൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ കോഴ്സ് ഉണ്ടാവും. അതേപോലെ കൊമേഴ്സിൻ്റെ ഫീൽഡിന്, ഹ്യൂമാനിറ്റീസിൻ്റെ ഫീൽഡിനൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന അതാത് കോഴ്സസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ കോഴ്സസിനെ കുറിച്ചിട്ടൊക്കെ കൂടുതലുള്ള വീഡിയോസ് കാണാമെന്നുള്ളതാണ്. ഇപ്പോൾ യൂട്യൂബിൽ കുറേ വീഡിയോസ് ഉണ്ടാകും. ഞാനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് ശ്രീവിദ്യ സന്തോഷ് മാമിൻ്റെ ചാനലിലുള്ള വീഡിയോസാണ്. അതിൽ ഈച്ച് കോഴ്സസിനെ പറ്റിയിട്ടും അവരെങ്ങനെയാണ് വർക്ക് ചെയ്യുക, എവിടെയൊക്കെ എങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിലായിരിക്കും വർക്ക് ചെയ്യുക, അവരുടെ സാലറി പാക്കേജ് എന്തായിരിക്കും, ഇപ്പോൾ എക്സാമ്പിൾ ഒരു BCA കഴിഞ്ഞ കുട്ടി എവിടെ വർക്ക് ചെയ്യുന്നത്, അവരുടെ സാലറി പാക്കേജ് എങ്ങനെയായിരിക്കും, അവരുടെ ഫുൾ ഗ്രോത്ത്, കരിയർ വൈസുള്ള ഗ്രോത്ത് എങ്ങനെയായിരിക്കും, അങ്ങനത്തെ ബേസിക്കലി കാര്യങ്ങളൊക്കെ ഒരു കോഴ്സസിനെ പറ്റിയിട്ടുള്ളത് പറയുന്നുണ്ടാവും. ഇപ്പോൾ
പഠിക്കുമ്പോൾ തന്നെയാണെങ്കിലും നല്ല കോളേജസും കാര്യങ്ങളൊക്കെ അതിൽ പറയും. അപ്പോൾ നിങ്ങൾ കോഴ്സസിനെ പറ്റിയിട്ടുള്ള നോളജ് കൂട്ടുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി 3 സ്ട്രീംസിൻ്റെ അണ്ടറിൽ വരുന്നത് കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കോഴ്സസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. പിന്നെ ഇതല്ലാതെ കോമൺ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഫീൽഡ്സ് ഉണ്ട്. അപ്പോൾ അതും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എല്ലാ കോഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു നോളജ് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ സ്റ്റെക്കാവും, നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് എവിടെയെങ്കിലുമൊക്കെ തോന്നും, ഈ കോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഇതെനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളതാണെന്ന് തോന്നുന്നു, ഇത് പഠിച്ചാൽ കൊള്ളാനുണ്ട്, അങ്ങനെ ഒരു തോട്ട് നിങ്ങൾക്ക് വരും. അപ്പോൾ നിങ്ങൾ അതിനെ പറ്റിയിട്ട് എന്ത് ചെയ്യുക, കൂടുതൽ റിസർച്ച് ചെയ്യുക. അതാണ് 3rd സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു കോഴ്സ് കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫ്യൂച്ചർ സ്കോപ്പും കാര്യങ്ങളും നോക്കുക. അപ്പോൾ കരിയർ വൈസുള്ള ഗ്രോത്ത് എങ്ങനെയായിരിക്കും, സാലറി പാക്കേജിൻ്റെ ഗ്രോത്ത് എങ്ങനെയായിരിക്കും, ഇപ്പോൾ ജോലി കിട്ടിയാൽ കഴിഞ്ഞാൽ തന്നെ അത് ഒരു റിമോട്ട് ഏരിയയിലായിരിക്കുമോ അതോ അബ്രോഡിക്ക് സ്കോപ്പ് ഉള്ളതാണോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ AI കാലമാണ്. സോ AI കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ജോലിയാണോ, എങ്ങനെയാണ് ആ കാര്യങ്ങൾ മൊത്തം നിങ്ങൾ നോക്കുക എന്നുള്ളതാണ് 3rd സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ 4th സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ 4th സ്റ്റെപ്പ് എന്ന് പറയും സ്കിൽ മാറ്റർ മോർ. എന്തൊക്കെ പറഞ്ഞാലും ഒരു കോഴ്സിന് ഒറ്റയ്ക്ക് നിങ്ങൾക്ക് ഒന്നും നേടിത്തരാൻ വേണ്ടി കഴിയില്ല. അത് എന്ത് കോഴ്സും ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങളുടെ സ്കില്ല് അവിടെ അത്രയ്ക്കും മാറ്ററാണ്. ഇപ്പോൾ ഏത് കോഴ്സാണെങ്കിലും സ്കില്ല് വേണം. അതുകൊണ്ട് നിങ്ങൾ ഡിഗ്രി എടുക്കുക എന്നുള്ളതിനുപരി എപ്പോഴും നിങ്ങളുടെ ആ ഒരു മൈൻഡിലുണ്ടാകും, ആ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ രക്ഷപ്പെടും എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലൊന്നും നിങ്ങൾ ആ കോഴ്സിലേക്ക് എൻ്റർ ചെയ്യരുത്, അല്ലെങ്കിൽ ഒരു കോഴ്സിന് നിങ്ങൾ അപ്രോച്ച് ചെയ്യരുത് എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഫീൽഡിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്കിൽസൊക്കെ എനിക്ക് ഇത് പഠിക്കുമ്പോൾ എനിക്ക് ഉണ്ടാക്കേണ്ടി വരും, എന്നാൽ മാത്രമേ എനിക്ക് ജോലി കിട്ടുള്ളൂ. എസ്പെഷ്യലി കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, ഇപ്പോൾ കോഡിങ്ങിൻ്റെ, എഡിറ്റിങ്ങിൻ്റെ, എങ്ങനെയാണ് അഡ്വർടൈസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് സ്കിൽസ് നമുക്ക് ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കൂടെ വേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്ക് ജോലി കിട്ടില്ല. അത് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ കാലഘട്ടത്തിൽ എവിടെയും ജോലി കിട്ടില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു 4th സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സ്റ്റെപ്പ് നമ്പർ 5 എന്ന് പറയുന്നത് ഡോണ്ട് കോപ്പി അതേഴ്സ് എന്നുള്ളതാണ്. നിങ്ങളെ ഫ്രണ്ട്സ് ചൂസ് ചെയ്യുന്നത് കണ്ടിട്ട് ഒരു പക്ഷേ നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ടായിരിക്കാം, നിങ്ങൾക്ക് തോന്നുകയാണ് ഒരു പക്ഷേ നിങ്ങളുടെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ അതേപോലെയാണ്. സോ നിങ്ങൾ ഫ്രണ്ട് ചൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളത്. എസ്പെഷ്യലി നിങ്ങൾ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും നിങ്ങളുടെയും ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ സെയിം ആയിരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഇൻഡിപെൻഡൻ്റ്ലി ചൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഫ്രണ്ട്സ് അത് ചൂസ് ചെയ്യുന്ന കാരണം ഞാനത് ചൂസ് ചെയ്യുന്നു, അവൾ പറയുന്നുണ്ട് അത് അവളെ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന്. അതുകൊണ്ട് നിങ്ങൾ ചൂസ് ചെയ്യരുത് ഒരിക്കലും. നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക, കുറേ റിസർച്ച് ചെയ്യുക, എന്നിട്ടൊക്കെ ചൂസ് ചെയ്യുക, അത്രയും നോക്കിയിട്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങൾ കോഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു 18ാമത്തെ വയസ്സിൽ, ഒരു 17ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫുൾ ലൈഫിന് ഒരൊറ്റ വ്യൂ പോയിന്റിൽ കാണാൻ കഴിയില്ല. മിസ്റ്റേക്സ് പറ്റാം, എനിക്ക് പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ സൈക്കോളജി പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. സോ ഒരു പക്ഷേ എനിക്ക് അത്ര ക്ലിനിക്കൽ എക്സ്പോഷറും കാര്യങ്ങളും ഒക്കെ കിട്ടുമ്പോഴായിരിക്കാം ഒരു പക്ഷേ ഇതെൻ്റെ ഫീൽഡല്ല എനിക്കൊരു റിയലൈസേഷൻ വരുന്നത്. അപ്പോൾ ഞാൻ മാറ്റാൻ റെഡി ആയിരിക്കണം. അപ്പോൾ ലൈഫിൽ ഒരുപാട് വട്ടം ഇതെൻ്റെ കരിയർ, ഒരുപാട് പഠിച്ചിട്ടും എൻ്റെ കരിയർ അല്ലത് തോന്നിയിട്ട്, ഞാൻ ഇവിടെ ഹാപ്പി അല്ലാന്ന് തോന്നിയിട്ട് മാറ്റി ചൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ ഇറ്റ്സ് ഓക്കെ, മിസ്റ്റേക്ക് പറ്റുന്നത് ചൂസ് ചെയ്യുമ്പോൾ പറ്റുന്നത് ഓക്കെ ആണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലെപ്പോഴും ഉണ്ടാവുന്നത് അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യാതെ അന്ന് നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ, അന്ന് ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരു പക്ഷേ ഇന്ന് റിഗ്രറ്റ് അടിക്കേണ്ടി വരില്ല എന്നൊരു 3, 4, 5 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും തോന്നരുത്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളിത് ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.